Assalamu alaikum warahmatullah. Alhamdulillah, salatu wassalamu ala rasulillah. We have final solution for any psychological and psychiatric illness, including black magic, spirit possession, evil eyes, and envy. മാനസികമായിട്ടുള്ള സൈക്കാട്രിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഏത് പ്രോബ്ലത്തിനും അതിൽ പിശാച് ബാധയോ പൊസഷൻ, ബ്ലാക്ക് മാജിക്, അതുപോലെ സിഹിർ, ഈവിൾ ഐസ്, കണ്ണേറ് ബാധിച്ചത്, അസൂയ ബാധിച്ചത് പോലുള്ള അതടക്കമുള്ള ഏത് മാനസിക രോഗങ്ങൾക്കും സൈക്കാട്രിക് പ്രോബ്ലംസിനും നമുക്ക് പരിഹാരം കാണാം. ഏതെല്ലാം വഴി? റുഖിയ, ഖുർആൻ റെസിറ്റേഷൻ വഴി, സ്പിരിച്വൽ ഹീലിംഗ്, ആത്മീയ ചികിത്സ, ഇസ്ലാമിക് കൗൺസിലിംഗ്, തെറാപ്യൂട്ടിക് കൗൺസിലിംഗ്, ക്ലിനിക്കൽ പാരാസൈക്കോളജി ആൻഡ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ്. തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ക്ലിനിക്കൽ പാരാസൈക്കോളജിക്കൽ തെറാപ്പീസും ടെക്നിക്സും ഉപയോഗിക്കേണ്ടി വരും. പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ്, ചിലപ്പോൾ ചില വ്യക്തികളെ അവരുടെ വ്യക്തിത്വം തന്നെ മാറ്റിയെടുക്കേണ്ടി വരും. സോ ദിസ് വി കാൻ ഡു ഫോർ എനി റിലീജിയൻ ഓർ കൾച്ചർ, ഡയറക്റ്റ് ആൻഡ് ഓൺലൈൻ. ഇത് ഏത് മതവിശ്വാസികൾക്കും ഏത് സംസ്കാരത്തിൻ്റെ ആളുകൾക്കും നമുക്ക് ചെയ്യാം. ഓൺലൈനായിട്ടും ചെയ്യാം, ഡയറക്റ്റായിട്ടും ചെയ്യാം. യെസ്, ദ ഫൈനൽ സൊല്യൂഷൻ. And yes, we have the final solution for any black magic and spirit possession. If നമുക്ക് ഇതിൽ ഫൈനലായിട്ട് തീരുമാനമാക്കാം. എങ്ങനെയാണെങ്കിൽ പേഷ്യൻസ് ക്യാൻ കോഓപ്പറേറ്റ് വിത്ത് അസ്. രോഗികൾക്ക് നമ്മളോട് സഹകരിക്കാൻ കഴിഞ്ഞാൽ, ഈ രോഗിക്ക് മാത്രമല്ല രോഗികൾക്കും രോഗികളുടെ ബന്ധുക്കളും സഹകരിക്കേണ്ടി വരും. പേഷ്യൻസ് ക്യാൻ കംപ്ലീറ്റ് അവർ പ്രിസ്ക്രൈബ്ഡ് പാക്കേജസ് ഓഫ് പോസ്റ്റ് ഹീലിംഗ് അസൈൻമെൻറ്റ്. ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം കുറച്ച് അസൈൻമെൻറ്റ്, ഹോംവർക്കുകൾ കൊടുക്കും. അത് അവർ കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് കേസും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. സാധാരണഗതിയിൽ അധിക കേസിനും പ്രയാസം വരാറുള്ളത് ഫാമിലി മെമ്പേഴ്സ് സഹകരിക്കില്ല എന്നുള്ളതാണ്. അത് രോഗിയും രോഗിയുടെ ഏറ്റവും അടുത്ത ആളുകൾ ഒരുപക്ഷെ സഹകരിച്ചേക്കാം, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള സിബ്ലിങ്സ് ഒന്നും ചിലപ്പോൾ സഹകരിക്കില്ല. ചില കേസുകൾ സഹകരിച്ചേ പറ്റൂ. കാരണം റുഖിയ, ഒരു പക്ഷേ ഇതിൽ റുഖിയ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ദുആകൾ ചൊല്ലിയിട്ടുള്ള റുഖിയ വേണ്ടി വരും. ഇസ്ലാമിക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണ്ടി വരും. അതുപോലെ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ക്ലിനിക്സിംഗ് വേണ്ടി വരും. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഇത്തരം വിഷയങ്ങളൊക്കെ എവിടെ നിന്ന് ഉണ്ടായി എന്ന് പഠിച്ചെടുക്കുക, അത് ക്ലിയർ ആക്കുന്ന ടെക്നിക്സുകളുണ്ട്. ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള സൈക്കാട്രിക് ഡോക്ടേഴ്സ് അടുത്തേക്ക് റെഫർ ചെയ്യേണ്ടി വരും. അത് മോഡേൺ മെഡിസിനോ ആയുർവേദോ അലോപ്പതിയോ ഹോമിയോപ്പതിയോ ഏതും ആവാം. സൈക്കാട്രിക് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ കേസിൽ നമ്മൾ തന്നെ സൈക്കാട്രിക് ഡോക്ടറുടെ അടുത്തേക്ക് റെഫർ ചെയ്യും, ലെറ്റർ കൊടുക്കുകയോ ചെയ്യും. ചിലപ്പോൾ സ്പെക്ട്രം ന്യൂറോ ഡൈവേഴ്സിസ് തെറാപ്പീസ് വേണ്ടി വരും. ചിലപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളുമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ന്യൂറോ ഡൈവേഴ്സിസ് തെറാപ്പീസ് ആവശ്യം വരും. ചിലപ്പോൾ രോഗിയെ കൗൺസിൽ ചെയ്യേണ്ടി വരും, ഫാമിലി കൗൺസിലിംഗ് വേണ്ടി വരും. ചിലപ്പോൾ രോഗിയുടെ പേഴ്സണാലിറ്റി തന്നെ റീഫ്രെയിം ചെയ്തെടുക്കേണ്ടി വരും. ഇങ്ങനെ ഈ സ്റ്റെപ്സിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല ഏറെക്കുറെ ഏത് കേസസും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ അതേ മൻഹജിലുള്ള, അതേ സ്കൂൾ ഓഫ് തോട്ട്സിലുള്ള, അതേ ഫഹമിലുള്ള അദ്ദേഹത്തിൻ്റെ ഫോളോ ചെയ്തിട്ടുള്ള സ്കോളേഴ്സിനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഇതിൽ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയുടെ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇമാം സുയൂത്തിയുടേതുണ്ട്. അതുപോലെ ആ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ പിന്നീട് വന്നതുണ്ട്. അതുപോലെ സൗദി അറേബ്യയിലുള്ള ഒഫീഷ്യൽ സ്കോളേഴ്സ് അസോസിയേഷൻ, അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഹുസൈമീൻ പോലെയുള്ള പണ്ഡിതന്മാർ എഴുതിയ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥങ്ങൾ, അതുപോലെ ബദർ അസീമാബാദിയുടെ ഗ്രന്ഥങ്ങൾ, ഈ വിഷയത്തിൽ ആധുനിക കാഴ്ചപ്പാടോടുകൂടി എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഉദാഹരണം പ്രോഫറ്റിക് മെഡിസിൻ, ഇസ്ലാമിക് മെഡിസിൻ, ദ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി സോൾ, എക്സോട്ടിക് സ്റ്റഡീസ് ഇൻ ഇസ്ലാം, സാരിമുൽ ബത്തർ, അതുപോലെ പ്യൂരിറ്റി ഓഫ് ദി ഡിസിപ്ലിൻ ഓഫ് ദി സോൾ. ഇങ്ങനെ ആധുനിക പണ്ഡിതന്മാരും മുമ്പുള്ള പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രോഫറ്റിക് മെഡിസിൻ, ദ വേൾഡ് ഓഫ് ജിൻ ആൻഡ് ഷൈത്താൻ, അതുപോലെ വികായത്തുൽ ഇൻസാൻ, ഡോക്ടർ അബ്ദുസ്സലാം ബാരിയുടെ, അതുപോലെ ഡോക്ടർ ഹുസൈൻ റസൂലിൻ്റെ പുസ്തകങ്ങളും. ഈ പുസ്തകങ്ങളെല്ലാം ഇതാണ് നമ്മൾ ഇതിനെ അവലംബിക്കുന്നത്. ഇത് അപ്പാർട്ട് ഫ്രം അവർ ക്വാളിഫിക്കേഷൻ, we are following these books apart from our qualification in the parapsychology and life coaching. ഇതിൽ നമ്മൾ പാരാസൈക്കോളജിയിലാണ് നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി അതുപോലെ PhD ചെയ്തിട്ടുള്ളത് പാരാസൈക്കോളജിയിൽ. അതുപോലെ
ഹോളിസ്റ്റിക് ലൈഫ് കോച്ചിങ്, ലൈഫ് കോച്ചിങ്ങിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും PhD ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫ്രം USA. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ അപ്ലൈഡ് സൈക്കോളജി ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ വിത്തിൻ അനദർ 4 months കോഴ്സ് കഴിയും. അതുപോലെ PhD ഇൻ പാരാസൈക്കോളജിയിൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. നമ്മൾ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അതുപോലെ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ലൈഫ് കോച്ച്, സർട്ടിഫൈഡ് ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ആണ്, ക്വാളിഫിക്കേഷൻ ഫ്രം USA. അതുപോലെ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ഇന്ത്യയിൽ നിന്ന് അൽഹംദുലില്ലാ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് സൈക്കോളജി ഫ്രം UK, സ്പിരിച്വൽ ഹീലിംഗ് ഫ്രം UK, ഹെൽത്തി ജമാ കോഴ്സ് ഫ്രം ഇന്ത്യ, മെറ്റാഫിസിക്കൽ പാരന്റിംഗ് ഫ്രം USA, ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ ലൈഫ് ഫ്രം USA. ഇതൊക്കെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഫോർമൽ ക്വാളിഫിക്കേഷൻ. ഇതിനപ്പുറത്തേക്ക് മുകളിൽ കാണിച്ച പുസ്തകങ്ങളും ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ 17 വർഷത്തെ പരിചയമുണ്ട്. അതോടൊപ്പം ബാംഗ്ലൂരിൽ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ആപ്പാണ് പ്രാക്ടോ. ഈ പ്രാക്ടോയിൽ നമ്മൾ രജിസ്റ്റേർഡ് ആണ്. പ്രാക്ടോയിൽ നമ്മുടെ പേഷ്യൻസ് ഫീഡ്ബാക്ക് എല്ലാം കൊടുക്കാറുണ്ട്. 17 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫീൽഡിൽ ഉണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ബ്ലാക്ക് മാജിക്കും മറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയുടെ പ്രവാചക വൈദ്യത്തിൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥം എഴുതിയത് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയുടെ അദ്ദേഹത്തിൻ്റെ സിമ്പിൾ സ്റ്റെപ്സുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത് ഫൈൻഡിങ് ദ സോഴ്സസ്. അദ്ദേഹത്തിന്റെ സ്റ്റെപ്സുകൾ 3 ആ പ്രവാചക വൈദ്യം എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ദർ ആർ 3 steps. One is finding the sources of black magic, where it is done, and what is the tools of finding the tools of the black magic. അത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ കണ്ടെടുക്കും. ഇഫ് നോട്ട് വിൽ അത് നള്ളിഫൈ, അതിന്റെ എഫക്റ്റ് പാരാസൈക്കോളജിക്കൽ ടെക്നിക് വഴി നള്ളിഫൈ. ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, ഡിസ്ഗോർജ് ദ എഫക്റ്റ് ഓഫ് ബ്ലാക്ക് മാജിക് ഫ്രം ദ ഓർഗാൻസ് ത്രൂ സ്പിരിച്വൽ ഹീലിംഗ്. സ്പിരിച്വൽ ഹീലിംഗ്, റൊക്കിയ അല്ലാത്ത ഒരു സ്പിരിച്വൽ ഹീലിംഗ് ഉണ്ട്. റൊക്കിയ അല്ലാത്ത സ്പിരിച്വൽ ഹീലിംഗിലൂടെ ഈ ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റ് ഡിസ്ഗോർജിങ് ഫ്രം ദ ഓർഗാൻസ്, മനുഷ്യന്റെ ഇന്റേണൽ ഓർഗാൻസിൽ നിന്ന് അത് പുറത്തെടുക്കും. അതുപോലെ എക്സ്റ്റേണൽ ഓർഗാൻസിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. അത് സ്പിരിച്വൽ ഹീലിംഗിലൂടെ പുറത്തെടുക്കും. തേർഡ് വൺ, റിമൂവിങ് ദ എഫക്റ്റ് ഓഫ് ബ്ലാക്ക് മാജിക് ഫ്രം ദ മൈൻഡ്. മനുഷ്യന്റെ ആത്മാവിൽ നിന്നും ആത്മാവിന്റെ പ്രവർത്തനത്തിൽ നിന്നും മൈൻഡിൽ നിന്ന് അവന്റെ തോട്ട്സ്, ബിലീഫ് ആൻഡ് എമോഷൻസ്, അതിൽ നിന്ന് ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റ് തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങിലൂടെ പുറത്തെടുക്കും. ആൻഡ് ക്ലീൻസിങ് ദ എഫക്റ്റ് ഓഫ് ബ്ലാക്ക് മാജിക് ഫ്രം ദ സോൾ. ആത്മാവിൽ ഇതിന്റെ അംശമായിട്ടുണ്ടാകും, ആത്മാവിനെ ബാധിച്ചിട്ടുണ്ടാവും. ആത്മാവിനെ ബാധിച്ചത് റൊക്കിയ തന്നെ ചെയ്യേണ്ടി വരും. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് ദുആകൾ ചൊല്ലിയിട്ട് തന്നെ അത് ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കേണ്ടി വരും. സോ റൊക്കിയ കൊണ്ട് മാത്രം ഒരു കേസ് സോൾവ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. റൊക്കിയ കൊണ്ട് ചെയ്യുന്നത്, റൊക്കിയ ക്യാൻ ബി ഹെൽപ്ഫുൾ ഓൺലി ടു ക്ലീൻ ദ എഫക്റ്റ് ഓഫ് ദി ബ്ലാക്ക് മാജിക് ഓർ പൊസഷൻ ഓൺ ദ സോൾ, നോട്ട് ഫ്രം ദ മെമ്മറി, നോട്ട് ഫ്രം ദ തിങ്കിങ്, നോട്ട് ഫ്രം ദ എമോഷൻസ്. അതുകൊണ്ട് so in that cases we have to do the therapeutic counseling to remove the effect from the thoughts, belief and emotions. So Ruqya will not be helpful for that. Ruqya will be helping only to clean the soul. And fifth one, therapeutic counseling for emotional management and resilience. ഈ ഒരു വ്യക്തിയുടെ എമോഷണൽ മാനേജ്മെന്റ്, എമോഷൻസ് അതൊരു നോർമൽ ലെവൽ ഉണ്ടാകാം, ഒരു പാഷനേറ്റ് ലെവൽ ഉണ്ടാകും, ഒരു ന്യൂറോട്ടിക് ലെവൽ ഉണ്ടാകും. എമോഷൻസ് പലതും മൂന്ന് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. ഈ 3 ലെവലിലെത്തിയതും we have to address it accordingly. The emotions might have reached the normal level and passionate level and neurotic level. So we have to adopt the techniques and tools to stabilize it and management to manage it and for the resilience. And ultimately, sometimes we have to reframe the personality of the patient. Life leadership coaching for personality corrections and reframing. So these are all the 6 steps which we are following based on the books of Shaykhul Islam Ibn Taymiyyah and his students, especially Imam Ibn al-Qayyim al-Jawzi. And for this we are using our experience and qualification as a paranormal investigator, parapsychologist and our holistic life leadership coaching. So we are in Bangalore. We are doing on direct and online, and our contact number are 919061237800. Our website is hifzul.net. Thank you.